ലോകത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ഏതാണ്ട് 75% സഹോദരങ്ങളും കുരിശിനെ അംഗീകരിക്കുകയും വണങ്ങുകയും ചെയ്യുന്നവരാണ്. എന്നാൽ വിവിധ രാജ്യങ്ങളിൽ അതിൻ്റേതായ സംസ്കാരങ്ങളനുസരിച്ച് കുരിശുകൾക്ക് വ്യത്യസ്തങ്ങളായ രൂപവും ഭാവവും വരുത്തിയിട്ടുണ്ട്. അടിസ്ഥാന രൂപത്തിന് വ്യത്യാസമില്ല എങ്കിലും അതിനെ കൂടുതൽ മനോഹരമാക്കുവാനും അവരുടേതായിട്ടുള്ള ചിന്തനയിൽ പുതിയ പുതിയ മാനങ്ങൾ നെയ്തെടുത്തുകൊണ്ട് കുരിശുകൾക്ക് പ്രത്യേകമായ ആകൃതിയും പ്രകൃതിയും ഒക്കെ നൽകുന്നുണ്ട്. അങ്ങനെ എൻ്റെ വിവിധങ്ങളായ യാത്രകളിൽ കളക്ട് ചെയ്ത 1000-ലധികം കുരിശുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അയർലൻഡിൽ ചെന്നാൽ അവിടെ സെൽറ്റിക് ക്രോസ് കാണുവാൻ കഴിയും. അതിവിടെ നമുക്ക് കാണുവാൻ കഴിയും. കുരിശിൻ്റെ ചുറ്റും ഒരു വൃത്താകൃതിയിലുള്ള ആവരണമുണ്ട്. ഇത് ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ആണിയാണ് കുരിശായിട്ട് ഉപയോഗിക്കുന്നത്. 2 ആണികൾ, അതോടൊപ്പം 3 ആണികൾ. ഇവിടെ താഴെ നോക്കിയാൽ ഇവിടെ 3 ആണികൾ. അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള കുരിശുകളുണ്ട്. ചില രാജ്യങ്ങൾ കുരിശുകൾക്ക് ചുറ്റും മുൾമുടി, കർത്താവിൻ്റെ മുൾക്കിരീടം അവിടെ ചെയ്തിട്ടുണ്ട്. അതിവിടെ കാണുവാനായിട്ട് കഴിയും. പേർഷ്യൻ കുരിശ് എന്ന പേരിലാണ് ഭാരതത്തിലെ കുരിശുകൾ അറിയപ്പെടുന്നത്. സെൻറ്റ് തോമസ് ക്രോസ് അല്ലെങ്കിൽ പേർഷ്യൻ കുരിശുകൾ. നമ്മുടെ കുരിശിന് അതിൻ്റേതായ പ്രത്യേകത എന്നു ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് ഒരു കുരിശിന്മേൽ ആവാഹിച്ചിരിക്കുന്ന കുരിശുകൾ ഞാൻ ഭാരതത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. മറ്റൊരു രാജ്യത്തിലും കുരിശുകളുണ്ടെങ്കിലും അതിൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങുന്ന ആ പ്രത്യേകമായ ചിത്രീകരണം ഒരിടത്തും കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അതിനെ പേർഷ്യൻ കുരിശെന്നും അല്ലെങ്കിൽ സെൻറ്റ് തോമസ് ക്രോസ് എന്നും വിളിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരാധനകളിൽ ഉപയോഗിക്കുന്ന മനോഹരമായ ഓൾട്ടർ ക്രോസ്, ആ കുരിശ് ഏറ്റവും മനോഹരമായിട്ടാണ്, പ്രത്യേകിച്ച് ഭാരതത്തിലെ ഓർത്തഡോക്സ്, പാത്രിക്കേസ് അങ്ങനെയുള്ള സഭാവിഭാഗങ്ങളൊക്കെയുള്ള കത്തോലിക്ക സഭകളിലും ഒക്കെയുള്ള കുരിശുകൾ ഏറ്റവും മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ഓൾട്ടർ ക്രോസ്. ഇവിടെ നോക്കുമ്പോൾ അത് യെരുശലേം കുരിശാണ്. ഒരു കുരിശിൽ 4 കുരിശ്, അങ്ങനെ മൊത്തം 5 കുരിശാണ് കാണപ്പെടുന്നത്. അതിനെ യെരുശലേം കുരിശെന്നാണ് വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ ആധുനിക തലത്തിൽ ഇപ്പോൾ ആ കുരിശുകൾക്കൊക്കെ പകരമായിട്ട് ന്യൂ ജനറേഷൻ ക്രോസ് എന്ന് പറയുന്ന കുരിശുകളാണ് ആധുനിക ക്രൈസ്തവ സമൂഹത്തിൽ കൂടുതൽ സ്വീകൃതമായിട്ടുള്ളത്. എന്നാൽ കുരിശൊരു സന്ദേശത്തെയാണ് അറിയിക്കുന്നത്. യേശുവിൻ്റേതായിട്ടുള്ള സ്നേഹത്തെയും ത്യാഗത്തെയും പ്രത്യാശയെയും വിശ്വാസത്തെയും ഒക്കെയാണ് ആ കുരിശ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ കുരിശിൽ തന്നെ അതൊക്കെ ആലേഖനം ചെയ്തുകൊണ്ട് ഉള്ള കുരിശുകൾ, ദേ ആർ നോൺ ആസ് ന്യൂ ജനറേഷൻ ക്രോസസ്. ഇവിടെ നോക്കിയാൽ അത് കാണുവാനായിട്ട് കഴിയും. ആധുനിക സമൂഹത്തിലെ ന്യൂ ജനറേഷൻ ക്രോസസ്. അല്ലാതെ ഒരു 2 കപ്പ് കൂട്ടിച്ചേർന്ന് ഒരു കുരിശാത്ത് പറയുന്നതിനേക്കാളും അതെന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന കുരിശാണ് ഈ കുരിശ്. അതോടൊപ്പം തന്നെ കുരിശിലെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ കൊത്തിയിരിക്കുന്നതും യെരുശലേമിലുള്ള ഒരു പ്രത്യേകതരം കുരിശിൻ്റേതായിട്ടുള്ള പ്രത്യേകതയാണ്. അങ്ങനെ നാം ഇവിടെ നോക്കുമ്പോൾ എല്ലാ കുരിശുകളെക്കുറിച്ചും പറയുവാൻ ഒരുപാടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും വലിയ കുരിശ്, ഈ കുരിശ് ചൈനയിൽ നിർമ്മിതമാണ്. ഞാനിത് ചൈനയിൽ നിന്ന് വാങ്ങിയതാണ്. ഏറ്റവും കൂടുതൽ കുരിശുകൾ നിർമ്മിച്ച് അയക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ഈ മനോഹരമായ കുരിശ് ചൈനയിൽ നിർമ്മിതമായതാണ്. അതോടൊപ്പം തന്നെ കുരിശിൻ്റേതായിട്ടുള്ള പ്രാധാന്യം വിളിച്ചറിയിക്കുവാൻ അനേക തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ചെന്നാൽ ക്ലോക്ക് ക്രോസ്, കുരിശിന് നടുവിൽ ഒരു ക്ലോക്കുള്ള കുരിശ്. അതോടൊപ്പം മറ്റൊരു രാജ്യത്ത് ചെന്നാൽ ഒരു കുരിശിൽ അനേകം കുരിശുകൾ, അതാണ് ആ വൈറ്റ് ക്രോസ്. ഒരു കുരിശിൽ ഒരുപാട് കുരിശുകൾ. അപ്പോൾ കുരിശുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. ഓരോ കുരിശിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നാം പഠിക്കുമ്പോൾ കുരിശ് ദൈവസ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായിട്ട് നിലകൊള്ളുന്നു. അത് മാനവരാശിക്ക് മുഴുവൻ രക്ഷയ്ക്കായിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ബലഹീന ഞാൻ ഇവിടെ ഈ അന്താരാഷ്ട്ര കുരിശ് മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത്.